സിനിമാഭിനയം തുടങ്ങിയതിന് ശേഷമാണ്. നേരത്തെ ഇതേ ഒരു ഡയലോഗ് അടിച്ചു. ഇവൻ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ അഭിനയ രംഗത്തേക്ക് വിട്ടിട്ട് ഇവൻ പഠിപ്പിസ്റ്റാക്കി മാറി. പിന്നെയാണ് നാടകങ്ങളും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിലുള്ള നാടകത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മണ്ടനായ തുള്ളക്കൾ അതിൽ ചാണക്യനായിരുന്നു സുധീഷ്, ഞാൻ ചരകനായിരുന്നു. ചരകനും ചാണക്യനും. ആ ചാണക്യ സൂത്രം ഇപ്പോഴും കയ്യിലുണ്ട്. അതുണ്ട് ഉണ്ട്. അപ്പോൾ സുധീഷ്, കമ്മിങ് ടു സീരിയസ് ബിസിനസ്. അല്ലല്ല, സീരിയസ് ആവുന്നില്ല നമ്മള്. ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡിയാണ്. നമ്മള് സീരിയസ് ആവുന്ന സീരിയസ് കാര്യങ്ങൾ പോലും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയും. അതായിരിക്കും എന്റെ പ്രത്യേകത. നമുക്കൊരു ഹെൽപ്പ് ലൈൻ പദ്ധതി കൂടിയുണ്ട്. 3 ഹെൽപ്പ് ലൈൻ സഹായം. ചങ്ങാതിമാര് ഒരു തവണ സഹായിക്കും. അതുപോലെ നമ്മുടെ പിറവത്തുനിന്ന് വന്ന ആയുർവേദ സംഘമില്ലേ, അവര് ഒരു തവണ സഹായിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ സഹായിക്കണം. ഫോൺ ഓഫ് ഫ്രണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും PC രാജു, PC രാജു ഇവിടെ തന്നെയാ. അതായത് ഫോണിൽ പുറത്തുനിന്നാണ്, ഫോണിൽ നിങ്ങളെ സഹായിക്കും. കാര്യം അദ്ദേഹത്തിന് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ എന്തും എടുത്ത് പെരുമാറിക്കളയും. അത് മതി. ഒരു കാര്യം ചെയ്യാലോ, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, റെഡി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൻഷൻ ഉണ്ടോ? കുറച്ച്. അല്ല, സാധാരണഗതിയിൽ ടെൻഷൻ വരണം. കാരണം ഈ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോഴേ ആ മുഖം ഒന്ന് ഇരുളണം, എന്നാലേ നമുക്കൊരു ഊർജ്ജം കിട്ടും. പക്ഷെ ഇതൊന്നും ഒട്ടും ഇരുളുന്നില്ലല്ലോ. ഒന്നും അറിയാതുകൊണ്ടാണോ? സത്യം. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും അറിയാത്തവർക്കും പേടിക്കേണ്ട, എല്ലാം അറിയുന്നവർക്കും പേടിക്കേണ്ട. ഏതാ നമ്മളൊന്നും അറിയാത്ത. അപ്പൊ അതൊന്നുമല്ല, ഇങ്ങനെയൊക്കെ വിനയം ഭാവിച്ച പല ആളുകളും വന്ന് കോടിക്ക് അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഒന്നീ കോടി അല്ലേ മുണ്ടുവെട്ടിയിലെ കോടി, രണ്ടിലേതെങ്കിലും 1 കോടി ഉറപ്പാ. അപ്പൊ 1 കോടി അടിച്ചു മാറ്റാൻ സുധീഷും, അടിച്ചു മാറ്റാതിരിക്കാൻ ഞാനും. അതായിരിക്കും നമ്മളുള്ള മത്സരം. മോനെ കേറി വാ. ഇത് പൊങ്ങി വരുന്നത് നമ്മുടെ മനസ്സിന്റെ അഗാധങ്ങളിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ടെൻഷൻ ഉണ്ടോ? ഇത് പൊങ്ങി വരുന്നുണ്ടപ്പോ. സുധീഷ് ജീവിതത്തിൽ ആദ്യം ടെൻഷൻ അടിച്ചപ്പോഴാണ്? കല്യാണം കഴിച്ചപ്പോഴാണോ? കല്യാണം കഴിക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്നു. അല്ല, അപ്പോഴല്ലേ ആകെ ജീവിതത്തിൽ ഒരാൾക്ക് ടെൻഷൻ വരാൻ സന്തോഷമുള്ള അങ്ങോട്ട് എങ്ങനെയായിരിക്കും? പല സമയങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്തൊന്നും ടെൻഷൻ ഇല്ല. കാരണം എന്താ അറിയില്ല, ഞാൻ ഈ സിനിമയിൽ 3-4 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ നടന് നടനും നടിയോ കല്യാണം കഴിക്കുമ്പോൾ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എത്രയോ തവണ നല്ല നമ്മൾ കെട്ടി പരിചയമുള്ളതുകൊണ്ട് അതുകൊണ്ട് റിലാക്സ് ആവൂല്ലേ? എന്റെ വൈഫിന് നല്ല ടെൻഷൻ. നമ്മളൊക്കെ വാഴയിലൊക്കെ കെട്ടി റിഹേഴ്സൽ എടുത്തിട്ടാ പോയി കെട്ടിയത്. അതെ. പക്ഷെ നമ്മൾ അത്ര കൂളായിട്ട് നമുക്ക് നിൽക്കാനും പറ്റില്ല. കാരണം അവരാദ്യമായിട്ടാണല്ലോ കെട്ടുന്നത്. അവർ സിനിമയിൽ മുമ്പ് അഭിനയിച്ച ഒരു വ്യത്യാസമുണ്ട്. എന്റെ ഭാര്യ സുധീഷേ, സിനിമയിലെ കെട്ടെന്ന് വെച്ചാൽ 2.5 മണിക്കൂർ കൊണ്ട് തീരും. മറ്റേ നീണ്ടു കിടക്കുക. അതൊരു കാലം. ഒറ്റ കെട്ട് കെട്ടി അങ്ങ് പോവും അല്ലേ?